വാഴമണി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയൊരു തോരൻ ഉണ്ടാക്കിയാലോ? ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു തോരനാണ് വാഴമാണി തോരൻ. അതിനായിട്ട് നമ്മൾ ഒരു വാഴമാണി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെച്ചിട്ടാണ് ഞാനിവിടെ ഇന്ന് തോരൻ വെക്കാനായിട്ട് പോകുന്നത്. വാഴമാണിയുടെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂവൊന്നും കളയേണ്ടതില്ല. പൂവിൻ്റെ പിൻവശം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതേപോലെയാണ് പൂവിൻ്റെ പിൻവശം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. എല്ലാ പൂവിൻ്റെ പിൻവശവും ഇതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതാണ് പൂവിൻ്റെ പിൻവശം. ശേഷം മാണി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. ശേഷം നമ്മൾ എല്ലാ കഷ്ണവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറേ നേരം പുറത്ത് വെക്കരുത്, കറ ഉള്ളതാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. കറ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു സവാള, 2 വെളുത്തുള്ളി, കുറച്ച് കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്, കറിവേപ്പിൻ്റെ ഇല എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 2ആയി കീറി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള വാഴമാണിയാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ആദ്യം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. മുളക് ഒന്ന് ചൂടായതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. ശേഷം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മൂപ്പിച്ചെടുക്കുക. ഒരു സവാളയാണ് ഞാൻ ഒരു വാഴമാണിക്കായിട്ട് എടുത്തിട്ടുള്ളത്. സവാള നന്നായി വഴറ്റി വരണം, എന്നാലാണ് ഈ തോരൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുവരെ സവാള വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാഴമാണി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ശ്രദ്ധിക്കണം. നേരത്തെ കഴുകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി കഴുകി കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പ് കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇനി ഇത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായൊരു തോരനാണ് വാഴമാണി തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ഒരു തവണ ഇത് ട്രൈ ചെയ്താൽ പിന്നെ വാഴമാണി കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യും.